എന്നും ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഖൽവത്തിലിരിക്കാൻ പോകും, കടപ്പുറത്തേക്ക് പോകും. എവിടെയാണ് പോകുന്നത് എന്നാരും കാണാറില്ല. പിന്നെ സുബഹിന്റെ ജമാഅത്തിനാണ് പള്ളിയിലേക്ക് മടങ്ങി വരിക. ആ യാത്ര ഇവിടത്തെ മത്സ്യം പിടിക്കുന്ന ഒരു സഹോദരൻ അദ്ദേഹത്തെ ഒന്ന് നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. എവിടേക്കാണ് പോകുന്നത്? നേരെ കടലിൽ ചെന്നിട്ട് വെള്ളത്തിലൂടെ നടന്നു പോകുകയാണ്. ഇത് കണ്ട ആ സഹോദരൻ തിരിച്ചു വരുന്നത് വരെ കാത്തുനിന്നു. സുബഹിയുടെ അല്പം മുമ്പായി മഹാനവറിൽ കടലിൽ നിന്ന് തന്നെ നടന്നു വരുന്നു. മഹാനവറുകൾ ഈ ആളെ കണ്ടുമുട്ടിയപ്പോ അദ്ദേഹം ചോദിച്ചു, തങ്ങൾ എവിടെ പോയതായിരുന്നു? പോയ വിവരങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം തങ്ങൾ പറഞ്ഞു, ഒരാളോടും എന്നെ കണ്ട വിവരം നിങ്ങൾ പറഞ്ഞു പോകരുതേ. പറയാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ പദവി കിട്ടും, വലിയ ഗുണം കിട്ടും. അതുകൊണ്ട് ഒരാളോടും നിങ്ങൾ മിണ്ടരുത്. പക്ഷേ ആ സഹോദരന് ക്ഷമ ഉണ്ടായില്ലത്രേ. പിറ്റേന്ന് നേരം വെളുത്തപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ വായിന്ന് ഇത് പുറത്തിയാടിപ്പോയി. അന്ന് അസറായപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ബുദ്ധിക്ക് തകരാറ് സംഭവിച്ചു എന്നാണ് മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അല്ലാഹു മർക്കദ, മഹാനായ സാലിയാത്തിയുടെ കാലഘട്ടത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ രൂപീകരണത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് നേതൃത്വം കൊടുത്ത വരക്കൽ മുല്ലക്കത്തോയ തങ്ങളുടെ വലങ്കയ്യായി പ്രവർത്തിച്ച വലിയ ആലിമായിരുന്നല്ലോ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ.